59 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ കൃഷ്ണരാജ് തുടരുക. ഇപ്പോൾ ഇന്ത്യൻ താരം സജന സജീവൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സജന, ഭാരതം കിരീടം ഉയർത്തിയിരിക്കുകയാണ്. കണ്ടോണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പറയാ, നമ്മുടെ ത്രൂഔട്ട് മാച്ചസുകളിൽ നോക്കിയാൽ അറിയാം, എല്ലാവരും ഈ ഒരൊറ്റ കപ്പിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം വിയർപ്പൊഴുക്കിയത്. അത് നേടാനായതിൽ ഭയങ്കര അഭിമാനിക്കുന്നു. വൺ ഡേ ഫോർമാറ്റിൽ ഞാൻ ഭാഗമായിട്ടില്ല. T20 ഒരു ഭാഗമാവാൻ എനിക്ക് പറ്റി. അപ്പം മുതൽ അവരുടെ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാരും ഒരുപോലെ മാച്ചസ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ അറിയാം, എല്ലാരും എല്ലാ മാച്ചും പെർഫോം ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് ഒരാള് ചെയ്തില്ലെങ്കിൽ മറ്റൊരാൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുണ്ടായിരുന്നു. അത് അവസാനം നമ്മൾ ലോക എന്താ പറയാ ചാമ്പ്യൻസ്, വൺ ഡേയിലെ നമ്പർ 1 ടീമായിട്ട് മാറാൻ നമ്മൾ ഹെൽപ്പ് ചെയ്തു. സജന, കേൾക്കാമെങ്കിൽ 2 താരങ്ങളുടെ പ്രകടന മികവ്. ഒന്ന് ഷഫാലി വർമ്മ 87 റൺസ് 2 വിക്കറ്റ്, മറ്റൊന്ന് ദീപ്തി ശർമ്മ 58 റൺസ് 5 വിക്കറ്റ്. സജന, ഈ നിമിഷം ആരാണ് കളിയിലെ താരം? ഞാനങ്ങനെ ഒരിക്കലും ഒരാളെ ഞാൻ പറയില്ല, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു മാച്ചിൽ. അതിലാണെങ്കിൽ ഇന്ന് ഫൈനൽ എടുത്ത് നോക്കുമ്പോ അത് ഇപ്പൊ എന്താ പറയാ, ഷഫാലിന്റെ ഇന്നിങ്സ് ക്രൂഷ്യലായി, ഒന്നും പറയാനില്ല. ദീപ്തി പിന്നെ ആസ് യൂഷ്വൽ നമുക്കറിയാം, എല്ലാ മാച്ചിലും ക്രൂഷ്യലായിട്ട് ബോൾ എറിഞ്ഞ് പിടിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണ്. ഞാൻ രണ്ടുപേർക്ക് ഞാൻ എന്തായാലും ക്രെഡിറ്റ് കൊടുക്കുന്നില്ല. ഞാൻ മൊത്തം ടീം ഇന്ത്യക്കായിട്ടാണ് ഫുൾ ക്രെഡിറ്റും കൊടുക്കുന്നത്. അല്ല, സജന പറഞ്ഞത് ശരിയാണ്. കാരണം വന്നവരെല്ലാം മാന്യമായ ഇന്നിങ്സ് പുറത്തെടുത്താണ് ഈ 298 എത്തിച്ചതെന്ന് സംശയമൊന്നുമില്ല. കാരണം അമൻജോത് കൗർ വരെ ഓരോരുത്തരും, ഋച്ചാ ഘോഷ് ആകട്ടെ, ഹർമൻപ്രീത് ആകട്ടെ, എല്ലാവരും, ദീപ്തി ശർമ്മയാകട്ടെ, എല്ലാവരും അവരവരുടേതായ റോൾ കംപ്ലീറ്റ് ആക്കിയിട്ടാണ് മടങ്ങിപ്പോയത്. അതിൽ കുറച്ചധിക നേരം പിടിച്ചു നിന്ന്. ഞാൻ ഈ ഷഫാലി വർമ്മയുടെ കാര്യം പറയാൻ കാരണം 2020 പ്ലെയറായ സജനയ്ക്ക് കൃത്യമായി അറിയാം ഷഫാലി എങ്ങനെയാണ് കളിക്കുന്നത്. വളരെ അഗ്രസീവായി, നമ്മുടെ അഭിഷേക് ശർമ്മയെ പോലെ അല്ലെങ്കിൽ സേവാഗിനെ പോലെയൊക്കെ എല്ലാ പന്തും അടിച്ചു കളയണം എന്നാഗ്രഹിച്ച് പെട്ടെന്ന് റൺ സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇന്നത്തെ ഇന്നിങ്സ് ഉണ്ടല്ലോ, എത്രമാത്രം സുന്ദരമായിരുന്നു. ക്ലാസ്സായി കളിച്ച് അധികം അപകടകരമായ കളിക്കൊന്നും പോകാതെ മോശം പന്തുകളെ മാത്രം സെലക്ട് ചെയ്ത് അടിക്കുന്നു. അല്ലാത്ത പന്തുകൾ സിംഗിൾസ്, ഡബിൾസ് ഒക്കെ ഓടി. അങ്ങനെ ഒരു ഏറ്റവും സുന്ദരമായ ഒരു ഇന്നിങ്സ് ഷഫാലി ഇന്ന് കളിച്ചു. കറക്റ്റ്. അതിൽ ഒന്നും പറയാനില്ല. കാരണം ഷഫാലിക്ക് അറിയാം, ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ടീമിലേക്ക് വരികയാണ്. തന്റേതായിട്ടുള്ള സ്കോറും കാര്യങ്ങളും അവിടെ വരണം എന്നുള്ള പ്രഷർ ഷഫാലിക്കുണ്ട്. ഒരു മാച്ച് കിട്ടിയപ്പോ തന്റെ പ്രകടന മികവ് കാഴ്ചവെക്കാൻ പറ്റാത്തതിൽ ഭയങ്കര നിരാശയായിരുന്നു. എന്നിരുന്നാൽ കൂടെ നമുക്കറിയാം, ഒരു മാച്ച് കൊണ്ടൊന്നും ഒരു പ്ലെയറിന്റെയും വിലയിരുത്തലും ഒന്നും താഴേക്ക് മുകളിലേക്ക് ഒന്നും പോവില്ല. നമുക്കറിയാം, ഒരുപാട് മാച്ചസ് ഇന്ത്യക്ക് വേണ്ടി ജയിപ്പിച്ച ആളാണ്, ഒരുപാട് നല്ല നല്ല ഇന്നിങ്സ് കാഴ്ചവെച്ച ആളാണ്. പക്ഷെ അതിലൊന്നും പറയാനില്ല. ക്രിക്കറ്റാണ്, ഒരു മാച്ച് നമ്മൾ ഹീറോയാവും, ഒരു മാച്ച് സീറോയാവും. ബട്ട് എനിക്ക് ഷഫാലിയുടെ കാലിബറിന് ഞാൻ മുൻപും ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഫൈനലിൽ ഷഫാലിയുടെ ഒരു നല്ല ഇന്നിങ്സ് വരുമെന്നും. അതേപോലെ ഷഫാലി അത് ചെയ്തു. കാരണം ഷഫാലിക്ക് അറിയാം, ഇന്ത്യൻ ടീമിൽ നിലനിർത്തണമെങ്കിൽ ഞാനിവിടെ ഈ ഒരു വേൾഡ് കപ്പ് സ്ക്വാഡിൽ അംഗമായിട്ടുണ്ടെങ്കിൽ എന്റെ കോൺട്രിബ്യൂഷൻ എന്റെ ടീമിന് എന്താ പറയാ, ഒരു ഷഫാലിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആ ഒരു ടീമിന് വിൻ ചെയ്യാൻ ഉതകുന്ന ഒരു സാധനമാണെന്ന് ഷഫാലിക്ക് അറിയാം. സോ ഷഫാലിന്റെ ഗെയിം തന്നെ കളിച്ചു, സെൻസിബിൾ ആയിട്ട് കളിച്ചു. ദാറ്റ്സ് വൈ ഷഫാലി ലാസ്റ്റ് മാച്ച് ആണെങ്കിലും റീപ്ലേസ്മെന്റ് ഷഫാലിനെ തെരഞ്ഞെടുത്തതിന്റെ കാരണം കൂടി അതാണ്. സജന, ഒരു കാര്യം കൂടി, അതായത് സജന ഇന്ന് രാവിലെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു, ബ്രിങ് ഇറ്റ് ഹോം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ്. അതായത് സജനയുടെ സ്വന്തം നായകൻ ഹർമൻപ്രീത്, അത് മുംബൈ ഇന്ത്യൻസിലായിക്കോട്ടെ ടീം ഇന്ത്യയിലായിക്കോട്ടെ, ആ നായകൻ ഭാരതത്തിലേക്കൊരു വിശ്വ കിരീടം എത്തിച്ചിരിക്കുകയാണ്. അയ്യോ, എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും എന്ത് സംഭവിച്ചാലും അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് ബോൾ വരെ നമ്മൾ ഫൈറ്റ് ചെയ്യുമെന്നും. കാരണം എനിക്ക് ഹർമൻപ്രീതിന്റെ പൊട്ടൻഷ്യൽ അറിയാം. ക്രിക്കറ്റ് കളിക്കുമ്പോ വുമൻസ് ക്രിക്കറ്റിലേക്ക് വന്നപ്പോൾ മുതൽ ഞാൻ ഭയങ്കര കീനായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഈ ഇങ്ങനത്തെ പ്രഷർ സിറ്റുവേഷനിൽ മനുഷ്യരാണ്, എല്ലാവർക്കും ആ ഒരു സംഭവം പ്രഷർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഹർമൻപ്രീതിക്ക് വളരെ നന്നായിട്ട് അറിയാം. സോ അതുകൊണ്ട് തന്നെയാണ് ഈ കപ്പ് നമ്മളിലേക്ക് എത്തിയത്. എനിക്കറിയാം ഹർമൻപ്രീത് ഭയങ്കരമായിട്ട് ആ ഒരു ഫൈനലിൽ പ്രഷർ ഉണ്ടാകും, എന്നാൽ കൂടെ അത് ഹാൻഡിൽ ചെയ്യേണ്ട വിധം ഹർമൻപ്രീതിക്ക് നന്നായിട്ട് അറിയാം. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പറ്റിയാൽ അവരെ വിളിക്കാനും ഇതൊക്കെ ഒന്ന് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. സജനയ്ക്കൊപ്പം ആശയുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. ആശ അടുത്തുണ്ടോ? ഇല്ല, അടുത്തില്ല. ഞങ്ങള് ഓരോരുത്തരും ഓരോ സ്ഥലത്തായി പോയി. ഇല്ലായിരുന്നെങ്കിൽ പക്ഷെ ലൈവ് കാണാൻ ഇവിടെ കുറച്ച് ക്ലൈമറ്റ് കുറച്ച് മോശമായതുകൊണ്ട് എല്ലാരും അവരവരുടെ റൂമിലായിരിക്കും പോയി കാണുന്നത്. വളരെയധികം നന്ദി സജന ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഇന്ത്യ
ചരിത്രം കുറിച്ചിരിക്കുന്നു. 52 റൺസിന് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ലോക കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു. അപ്രാപ്യമെന്ന് തോന്നിയത് അധിക വർഷമൊന്നുമായിട്ടില്ല. ഭാരത വനിതകൾ ലോക ക്രിക്കറ്റിൽ വലിയൊരിടം പിടിച്ചിട്ട് അത് പതിയെ ജയിച്ചും തോറ്റും കയറി വന്ന് ആരെയും തോൽപ്പിക്കാൻ കെൽപ്പുള്ള ഒരു ടീമായി ഭാരതത്തെ മാറ്റിയെടുത്ത ക്രിക്കറ്റ് പശ്ചാത്തലമുള്ളവരുടെ മികവിന് കൂടി ഒരു സല്യൂട്ട് എന്ന് പറയാതെ വയ്യ. ഈ താരങ്ങളെ ഇങ്ങനെയാക്കി വളർത്തിയെടുത്തത്, ഈ താരങ്ങളെ കിരീടം നേടാൻ പ്രാപ്തരാക്കിയെടുത്തത്, ഈ താരങ്ങളെ കിരീടമെന്ന സ്വപ്നത്തിലേക്ക് നയിച്ചത്, അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ടാകും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണല്ലോ 5ഉം 6ഉം 7ഉം പേർ മാത്രം വന്നിരുന്ന ഗാലറി ഇത്രമേൽ ആവേശത്തിൽ നിറഞ്ഞു കവിഞ്ഞത്. അവരെല്ലാവരും ഷഫാലിക്കും സ്മൃതി മന്ദാനയ്ക്കും ജമീമ റോഡ്രിഗസിനും